പ്രതിപക്ഷ നേതാവിന്റെ മക്കളെ ചോദ്യം ചെയ്യാനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച് ഓടിച്ച സംഭവം BJP ദേശീയ തലത്തിൽ കാര്യമായ ചർച്ചയ്ക്ക് എടുത്തില്ല എന്നതാണ് ഇപ്പോൾ CPMലെ ഏറ്റവും വലിയ വിഷമം. അതൊക്കെ BJPയുടെ കാര്യം. അവരത് ചർച്ച ചെയ്യുകയോ പ്രചരണ വിഷയമാക്കുകയോ ചെയ്യാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ. പക്ഷേ ചില കടുത്ത നടപടികൾ വരുന്നുണ്ട് അങ്ങ് കേന്ദ്രത്തിൽ നിന്നും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, കയ്യേറ്റം രാജ്യവ്യാപകമായി ചർച്ചയായ ഈ പശ്ചാത്തലത്തിൽ കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗൗരവകരമായി ആലോചിക്കുന്നു. സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം നിഷ്പക്ഷമായിരിക്കില്ലെന്നും പ്രതികളെ സംരക്ഷിക്കാൻ UDFൻ്റെ ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഇടപെടുന്നു എന്നുമുള്ള വിലയിരുത്തലിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. കേരളത്തിനാകെ നാണക്കേടാണ്. ഇനി രണ്ട്, വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും നേരിട്ടാണ് റിപ്പോർട്ട് തേടിയത്. ഇതനുസരിച്ച് ED ഡയറക്ടർ 2 മന്ത്രാലയങ്ങൾക്കും റിപ്പോർട്ട് നൽകി. 3, ക്രമസമാധാന പാലനത്തിലും പ്രതികളെ പിടികൂടുന്നതിലും സംസ്ഥാന പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 4, ഗുണം EDക്കാണ്. അവരതിന് CPMന് തന്നെ നന്ദി പറയണം. രാജ്യത്ത് ED ഉദ്യോഗസ്ഥരുടെ അംഗസംഖ്യ കൂട്ടാനിതാ കേന്ദ്ര സർക്കാർ ഞൊടിയിടയിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഉത്തരവുമിറക്കി. വിവിധ വിഭാഗങ്ങളിൽ 60% ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടും. അന്വേഷണ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമായി 1200-ലധികം പേരെ കൂടി നിയമിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബുധനാഴ്ച അംഗീകാരം നൽകിയത്. എന്തായാലും ED ഉദ്യോഗസ്ഥരെ CPM DYFI പ്രവർത്തകർ തെരുവിൽ ആക്രമിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഇതാ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നുവെന്നത് ഗൗരവകരമാണ്. തലസ്ഥാന നഗരിയിലുണ്ടായ ആ കായിക അക്രമം അത് കേന്ദ്രത്തിന് ഒട്ടുമങ്ങ് അംഗീകരിച്ച് കൊടുക്കാനുമാകില്ല. അത് പെട്ടെന്നുള്ളൊരു ജനരോഷമല്ലെന്നും മറിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൃത്യമായ ആക്രമണമാണെന്നും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന ആ റെയ്ഡിനിടയിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് സാധിച്ചില്ല, അല്ലെങ്കിൽ അവർ മൗനം പാലിച്ചു. അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിലും അക്രമികളെ തടയുന്നതിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ക്രമസമാധാന പാലന ചുമതല പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച പറ്റി. കേന്ദ്ര ഏജൻസികൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത് DYFI, SFI, CPM പ്രവർത്തകരാണെന്ന റിപ്പോർട്ട് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ആക്രമണത്തിന് ശേഷം പ്രതികൾക്ക് സംരക്ഷണമൊരുക്കാൻ CPM പ്രാദേശിക നേതൃത്വം മുൻകൈ എടുത്തതായാണ് അടുത്ത കണ്ടെത്തൽ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ശേഷം പ്രതികൾ നേരെ പോയത് പാളയത്തെ പാർട്ടി ഓഫീസിലേക്കാണ്. മണിക്കൂറുകളോളം ഈ പ്രതികൾ ഓഫീസിനുള്ളിൽ ഉണ്ടായിട്ടും അവരെ കസ്റ്റഡിയിലെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസിന് സാധിച്ചില്ല. പിന്നീട് പ്രതികൾ സ്വമേധയാ പുറത്തു വന്നപ്പോൾ മാത്രമാണ് പോലീസ് പേരിനൊരു നടപടിക്ക് മുതിർന്നത് എന്നാണ് ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട്. നിലവിൽ 5 പേരുടെ അറസ്റ്റ് അന്ന് രേഖപ്പെടുത്തി. എങ്കിലും അക്രമത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം പ്രതികളും 16 പേരും ഇപ്പോഴും 16 പേർ അറസ്റ്റിലാണെങ്കിലും ഭൂരിഭാഗം പ്രതികളും ഇപ്പോഴും പുറത്തു തന്നെയാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്രത്തിന് വ്യക്തമാക്കുന്നത്. ആക്രമണം നടന്ന സമയത്ത് CPM നേതാക്കളായ V. ശിവൻകുട്ടി, B. ജോയ്, DK മുരളി തുടങ്ങിയ പ്രമുഖർ സ്ഥലത്തുണ്ടായിരുന്നിട്ടും പോലീസിൻ്റെ FIRൽ അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് മറ്റൊരു വിവാദമാണ്. കണ്ടലറിയുന്ന 300ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും ഭരണകക്ഷിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസിൻ്റെ FIRൽ പല പ്രമുഖരുടെയും പേരുകൾ ബോധപൂർവം ഒഴിവാക്കിയതാണ് ആക്ഷേപമുയരുന്നത്. പേരിന് വേണ്ടി പ്രതികൾ തമ്പടിച്ച പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനുവിനെയാണ് ഇപ്പോൾ ബിനു കീഴടങ്ങുകയായിരുന്നു. അതുമാത്രമാണ് പാർട്ടി നേതാവെന്ന് പറയാനുള്ളത്. പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന ആരാധകരും പ്രവർത്തകരും നിയന്ത്രണം വിട്ട് വൈകാരികമായി പ്രതികരിച്ചതാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി V. ജോയുടെ പ്രതികരണം. അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്ന വിവരം ED മുൻകൂട്ടി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയോ ചീഫ് സെക്രട്ടറിയോ അറിയിച്ചിരുന്നില്ലെന്നാണ് സർക്കാരിൻ്റെ വരട്ട് ന്യായം. കൂടാതെ തിരുവനന്തപുരത്തെ CRPF ക്യാമ്പ് ഇവിടെ ഉണ്ടായിട്ടും റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥർ കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും സർക്കാർ നിലപാടെടുക്കുന്നു, വാദിക്കുന്നു. എന്ത് നാണക്കേടാണ്! അറിയിച്ചിട്ടാണോ റെയ്ഡ് ചെയ്യുന്നത്? വനിതാ ഉദ്യോഗസ്ഥരെ പോലും റോഡിലിട്ട് ആക്രമിച്ച ഈ സംഭവം ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുകയും കേരളത്തിന് ദേശീയ തലത്തിൽ കടുത്ത നാണക്കേടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുറപ്പ്.
കേരളത്തിൽ ക്രമസമാധാനം തകർന്നെന്നും ഗുണ്ടകൾ കേന്ദ്ര ഉദ്യോഗസ്ഥരെ തെരുവിൽ നേടുകയാണെന്നുമുള്ള തരത്തിലാണ് ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചകൾ കൊഴുക്കുന്നത്. അധികാരമേറ്റിട്ട് ഒരാഴ്ച പോലുമായില്ല വി ഡി സതീശൻ സർക്കാർ അമ്പാടെ നാണക്കേടായി. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിഷ്പക്ഷമായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതികളെ സംരക്ഷിക്കാൻ UDF-ന്റെ ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഇടപെടുകയാണെന്ന വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിനുണ്ടായിരിക്കുന്നത്. വി ഡി സതീശൻ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കാട്ടി കേന്ദ്ര ഏജൻസി നേരിട്ട് കേസ് CBIക്ക് കൈമാറാനാണ് ശുപാർശ ചെയ്യാനാണ് ഇപ്പോൾ നീക്കം. CBI കൂടി രംഗത്തെത്തുന്നതോടെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പ്. അപ്പോഴാണ് CPM-ന്റെ ഈ ആക്രമണം ED ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു തരത്തിൽ അനുഗ്രഹമായിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരുടെ അംഗസംഖ്യ കൂട്ടാൻ അങ്ങനെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വിവിധ വിഭാഗങ്ങളിൽ 60% ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടും. ഇതിനായി കേന്ദ്ര ധനമന്ത്രാലയം ഉത്തരവിറക്കി. കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ED-യിൽ കേഡർ പുനഃസംഘടന നടക്കുന്നത്. എക്സിക്യൂട്ടീവ്, ലീഗൽ, അഡ്ജുഡിക്കേഷൻ, സിസ്റ്റംസ്, മിനിസ്റ്റീരിയൽ, സെക്യൂരിറ്റി, സപ്പോർട്ട് സ്റ്റാഫ് എന്നിങ്ങനെ 6 കേഡറുകളിലാണ് പുതുതായി ഉദ്യോഗസ്ഥരെത്തുക. രാജ്യവ്യാപകമായി നിലവിൽ 2029 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ED-ക്കുള്ളത്. ഇത് 3256 ഉയർത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. എക്സിക്യൂട്ടീവ് കേഡർ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തുക. ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ എണ്ണം 148 നിന്നും 267 ഉയർത്തും. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ തസ്തികകളിൽ 803 പേരെയും എൻഫോഴ്സ്മെന്റ് ഓഫീസർ തസ്തികയിൽ 606 പേരെയും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് തസ്തികയിൽ 531 പേരെയുമാകും പുതുതായി കേന്ദ്രം നിയമിക്കുക. എൻഫോഴ്സ്മെന്റ് അഡീഷണൽ ഡയറക്ടർമാരുടെ എണ്ണം 10 നിന്നും 24 കൂട്ടും. കാരണം ജോലിഭാരം ഇനി കൂടും ബംഗാളിലടക്കം. കൂടാതെ ജോയിന്റ് ഡയറക്ടർമാരുടെ എണ്ണം 28 നിന്നും 49 വർദ്ധിപ്പിക്കും. അതേസമയം ഡയറക്ടർ, സ്പെഷ്യൽ ഡയറക്ടർ എന്നീ തസ്തികകളിലെ എണ്ണം യഥാക്രമം 1, 7 എന്നിങ്ങനെ തുടരാനാണ് ഇപ്പോൾ തീരുമാനം. ഏറ്റവും ഒടുവിൽ ഓർക്കണം, 2011 ED-യിലൊരു കേഡർ പുനഃസംഘടന നടന്നത്. 70 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, സാമ്പത്തിക കുറ്റകൃത്യം ചെയ്ത് രാജ്യം വിടുന്നവർക്കെതിരെയുള്ള നിയമം എന്നീ 2 കർശന നിയമ വ്യവസ്ഥകളിലെ ക്രിമിനൽ വകുപ്പുകളും വിദേശ നാണ്യ വിനിമയ ചട്ടത്തിലെ സിവിൽ വകുപ്പുകളുമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ED പശ്ചിമ ബംഗാളിൽ നിന്നും ഇതാ നേരെ കേരളത്തിലേക്ക്. ഇനി വീണ വിജയൻ്റെയും ED-യെ തടഞ്ഞവരുടെയും പിന്നെ CMR-ലെ ഈ മാസപ്പടി കേസിൽ ഉൾപ്പെട്ടവരുടെയും ഭാവി എന്താകും? അവരുടെ വിധി എന്താകും? അത് തീരുമാനിക്കുക ED തന്നെയാകും.